നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോവ്. പ്രാദേശികം. പന്തളത്തെ കുടുംബശ്രീ പ്രീമിയം കഫേയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. മികച്ച പരിശീലനം ലഭിച്ച 17 വനിതകളുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ രാത്രി 11 വരെയാണ് കഫേയുടെ പ്രവർത്തനം. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജി മാത്യു അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ എ ശ്രീകാന്ത് സ്വാഗതവും കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ബിന്ദുരേഖ നന്ദിയും പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പ് നൽകുന്ന ഈ വർഷത്തെ വയോസേവ അവാർഡ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മൊമെന്റയും അടങ്ങിയതാണ് അവാർഡ്. ജില്ലയിൽ വയോജനങ്ങൾക്കായി നടപ്പിലാക്കിയ നിരവധി മാതൃകാപരമായ പദ്ധതികൾ പരിഗണിച്ചാണ് ജില്ലാ പഞ്ചായത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. കേരള സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 3 വർഷമായി വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന മറ്റു വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേകമായി തന്നെ നിരവധി പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. മലപ്പുറം ജില്ലയെ സമ്പൂർണ്ണ വയോജന സൗഹൃദ ജില്ലയായി മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നതെന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ലഭിച്ച ഈ അവാർഡ് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജ്ജം പകരുന്നതാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ, വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം എന്നിവർ അറിയിച്ചു. വയോജനങ്ങൾക്കായി മികച്ച പദ്ധതികൾ ഒരുക്കിയതിനുള്ള വയോസേവന പുരസ്കാരം വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചു. 1 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് പുരസ്കാരം. വയോജനങ്ങൾക്കായി വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ കരുതൽ പദ്ധതി, വയോ പാർക്ക്, വയോജന കലോത്സവം, ഡയാലിസിസ് മരുന്ന് നൽകൽ, പാലിയേറ്റീവ് പരിചരണം, ദ്വിതീയ പാലിയേറ്റീവ് കെയർ, വായനശാലകൾ തുടങ്ങിയവ വിജയകരമായി നടപ്പിലാക്കിയാണ് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് അവാർഡിന് അർഹരായത്. ഈ വർഷം വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിക്കുന്ന 3ാമത്തെ സംസ്ഥാന പുരസ്കാരമാണിത്. വയോജനങ്ങളോടുള്ള സ്നേഹത്തിനും കരുതലിനും ലഭിച്ച അംഗീകാരമാണ് ഈ പുരസ്കാരമെന്ന് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രഞ്ജിത്ത് പറഞ്ഞു. കിലയുടെ കൊട്ടാരക്കര CSCD സെന്ററിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള സംരംഭകർക്കായി സംരംഭകത്വ വികസന പരിശീലനം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നായി 44 പേരാണ് പരിശീലനത്തിൽ സംബന്ധിച്ചത്. സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള ആശയം, അതുമായി ബന്ധപ്പെട്ട സർക്കാർ പദ്ധതികൾ, ബ്രാൻഡിംഗ്, ലൈസൻസ്, വിപണന തന്ത്രങ്ങൾ, ലോൺ ലഭ്യത, അക്കൗണ്ട് സൂക്ഷിക്കൽ, നികുതി തുടങ്ങി വിവിധ വിഷയങ്ങളിലായിരുന്നു പരിശീലനം നൽകിയത്. സീനിയർ ലെക്ചറർ ബാബുരാജ് എ, GDMR ഫൗണ്ടേഷൻ ക്രിയേറ്റീവ് ഡയറക്ടർ ജീന, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ ജനറൽ മാനേജർ KS ശിവകുമാർ തുടങ്ങിയവർ ക്ലാസുകൾ എടുത്തു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ തൃശൂർ ജില്ലാതല നിർവഹണ സമിതി രൂപീകരണ യോഗം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ജനകീയ ക്യാമ്പയിൻ ആമുഖ പ്രഭാഷണം നടത്തി. നവകേരളം കർമ്മ പദ്ധതി 2 ജില്ലാ കോർഡിനേറ്റർ ദീദിക സി ക്യാമ്പയിൻ പ്രവർത്തനം വിശദീകരിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, കോർപ്പറേഷൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷാജൻ, സബ് കളക്ടർ അഖിൽ V മേനോൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഷെഫീഖ് PM സ്വാഗതവും ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് ജില്ലാ കോർഡിനേറ്റർ രജനീഷ് രാജൻ നന്ദിയും പറഞ്ഞു. സമരശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സേവാസ് സെൽഫ് എമർജിംഗ് വില്ലേജ് ത്രൂ അഡ്വാൻസ്ഡ് സപ്പോർട്ട് പദ്ധതി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ നിലമ്പൂർ ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ M മനോജ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി, പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K റുബീന തുടങ്ങിയവർ സംസാരിച്ചു. പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പാർശ്വവൽകൃത മേഖലയിലെ പഞ്ചായത്തുകളെ ഏറ്റെടുത്ത് സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക വികാസം സാധ്യമാക്കലാണ് സേവാസ് പദ്ധതിയുടെ ലക്ഷ്യം. മലപ്പുറം ജില്ലയിൽ ഗോത്രവിഭാഗം കൂടുതൽ അധിവസിക്കുന്ന പ്രദേശമായതിനാലാണ് പോത്തുകല്ലിനെ പദ്ധതി നടപ്പാക്കുന്നതിനായി തിരഞ്ഞെടുത്തത്. പാതയോരങ്ങൾ ചെണ്ടുമല്ലികൾ കൊണ്ട് സുഗന്ധപൂരിതമാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ഓണപ്പുടവ നൽകി ആദരിച്ചു. പാറളം പഞ്ചായത്തിലെ 9ാം വാർഡ് തൊഴിലാളികളെയാണ് ആദരിച്ചത്. പൂത്തറക്കൽ പാടത്തെ പാതയോരത്ത് 2 വർഷമായി നടത്തിയ മാതൃകാ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു ഈ പൂക്കൃഷി. 30 തൊഴിലാളികളെയാണ് ആദരിച്ചത്. ചടങ്ങിൽ പാറളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ ജെയിംസ് മാസ്റ്റർ സ്വാഗതവും തൊഴിലുറപ്പ് മേറ്റ് സൗമ്യ ഹരിഹരൻ നന്ദിയും പറഞ്ഞു. മുക്കോല ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണനിറവ് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്ഷീര കർഷക സംഗമം താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മൂര്യ ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിന്റെ ഭാഗമായി പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനവും ഓണക്കിറ്റ് വിതരണവും നടന്നു. നഗരസഭാ ഡിവിഷൻ കൗൺസിലർ ഷീന പള്ളത്ത് അധ്യക്ഷയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി മുഖ്യാതിഥിയുമായി. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലീൽ, വെറ്ററിനറി സർജൻ ഡോക്ടർ രമേശ്, ക്ഷീരവികസന ഓഫീസർ മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി തൃത്താല വെള്ളിയാങ്കല്ലിൽ
കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ തൃത്താല പൊലിമ കാർഷിക പ്രദർശന ഓണം വിപണന ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. ഈ മാസം 12 മുതൽ 14 വരെയാണ് വിപണനമേള സംഘടിപ്പിച്ചത്. പരിപാടി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന ഉദ്ഘാടനം ചെയ്തു. തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VV ബാലചന്ദ്രൻ, ഷറഫുദ്ദീൻ കളത്തിൽ, T സുഹ്ര, തൃത്താല വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ, വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ KDISC കേരള നോളജ് ഇക്കോണമി മിഷൻ എന്നിവയുമായി ചേർന്ന് വിജ്ഞാന ആലപ്പുഴ എന്ന പദ്ധതിയിലൂടെ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനൊരുങ്ങി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്. ജില്ലയിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും കുടുംബശ്രീ മിഷനും വിജ്ഞാന ആലപ്പുഴ പദ്ധതിയിൽ അണിചേരും. തൊഴിലിൽ പ്രവേശിക്കാൻ ആവശ്യമായ നൈപുണ്യ പരിശീലനമാണ് പ്രധാനമായും നൽകുക. അഭിമുഖ പരിശീലനം, വ്യക്തിത്വ വികസന പരിശീലനം, ഇംഗ്ലീഷ് പരിശീലനം, സ്കിൽ ഗ്യാപ്പ് ട്രെയിനിംഗ് എന്നിവയും സംഘടിപ്പിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, പഞ്ചായത്ത് അംഗം R റിയാസ്, സെക്രട്ടറി KR ദേവദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലീഗൽ ഗാർഡിയൻഷിപ്പ് 100% ആക്കൽ സംബന്ധിച്ച് ബ്ലോക്ക് തല പരിശീലന പരിപാടിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാകേഷ് അധ്യക്ഷത വഹിച്ചു. ഭൗതിക പരിമിതി, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബഹുവൈകല്യം എന്നിവയുള്ള ജില്ലയിലെ എല്ലാവരെയും ലീഗൽ ഗാർഡിയൻഷിപ്പ് പദ്ധതിയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. പുന്നപ്ര നോർത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, നാഷണൽ ട്രസ്റ്റ് LLCയുടെ ജില്ലാ കോർഡിനേറ്റർ T രാജപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. അഭിരുചിക്കും വൈദഗ്ധ്യത്തിനും അനുഗുണമായ തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കൽ ലക്ഷ്യമിട്ട് ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കായി കോട്ടയം ജില്ലയിലെ 15 പൊതുവിദ്യാലയങ്ങളിൽ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ആരംഭിക്കും. ഇത് സംബന്ധിച്ച് നടന്ന ജില്ലാതല നൈപുണ്യ വികസന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു അധ്യക്ഷയായി. സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി 15നും 23 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ആധുനിക ലോകത്തെ തൊഴിൽ സാധ്യതാ അറിവും നൈപുണ്യവും നൽകുക എന്നതാണ് ലക്ഷ്യം. സമഗ്ര ശിക്ഷ കേരളത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതിയിൽ 25 കുട്ടികളുള്ള 2 ബാച്ചുകളാണ് ഓരോ കേന്ദ്രത്തിലും ഉണ്ടാവുക. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ VM വിജി, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സുബിൻ പോൾ തുടങ്ങി വിവിധ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച അഴകാത്തുപടി കൈത്തറി നെയ്ത്തുശാലയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു നിർവഹിച്ചു. 50 വർഷമായി പ്രവർത്തിച്ചു വന്നിരുന്ന നെയ്ത്തുശാലയുടെ മേൽക്കൂര ശോച്യാവസ്ഥയിലായിരുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ അനുവദിച്ചാണ് നെയ്ത്തുശാല നവീകരിച്ചത്. കൈത്തറി സംഘം ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ മഞ്ജു സുജിത്ത് അധ്യക്ഷത വഹിച്ചു. മാടപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണിയമ്മ രാജപ്പൻ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PA ബിൻസൺ എന്നിവർ സംസാരിച്ചു. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. കണ്ണൂർ ജില്ലയിലെ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിന്റെ വാട്ടർ സഫീഷ്യന്റ് വില്ലേജ് പ്രവർത്തനങ്ങൾ നമുക്കിനി കാണാം. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് തറികളുടെയും തിറകളുടെയും നാടായ കണ്ണൂരിൽ ജില്ലാ ആസ്ഥാനത്തു നിന്നും 15 കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന കാർഷിക പെരുമ വിളിച്ചോതുന്ന ഗ്രാമപഞ്ചായത്ത് 2 റവന്യൂ വില്ലേജുകളിലായി 20.99 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. സ്വർണവർണ്ണമാർന്ന നെൽക്കതിരുകൾ വിളഞ്ഞു നിൽക്കുന്ന വിശാലമായ പാടശേഖരം, നിറപുത്തരിയുടെ സമൃദ്ധിയും പൊലിമയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നേറുന്ന സാംസ്കാരിക സമ്പന്നരായ ജനത, പച്ചത്തുരുത്തുകളുടെ പ്രാധാന്യം നെഞ്ചിലേറ്റുന്ന പൈതൃകങ്ങളുടെ പിന്തുടർച്ച, ശുചിത്വ സംരക്ഷണ പഞ്ചായത്ത് എന്ന സവിശേഷതയ്ക്കായി ഇടർച്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തുടർന്നുവരുന്നു. ശുദ്ധജലം ജീവന്റെ നിലനിൽപ്പിന് അടിസ്ഥാന ഘടകമാണ്. ശുദ്ധജലം ജീവജലം എന്ന ബോധ്യത്തോടെ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് ശുദ്ധജല കുടിവെള്ള ലഭ്യതയ്ക്കും ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തുന്നു. പഞ്ചായത്തിന്റെ 19 വാർഡുകളിലായി 36 തോടുകളും 2 പൊതുകുളങ്ങൾ ഉൾപ്പെടെ 76 കുളങ്ങളുമുണ്ട്. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പ്രത്യേക കർമ്മ പദ്ധതിയുടെ ഭാഗമായി ചാലാത്തോടിന്റെ ഇരുകരകളും ഭിത്തികെട്ടി സംരക്ഷണ പ്രവൃത്തി നടത്തി. സംസ്ഥാന സർക്കാരിന്റെ തെളിനീരൊഴുകും നവകേരളം സമ്പൂർണ്ണ ജലശുചിത്വ യജ്ഞം 2022 എന്ന പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് തല ശില്പശാല നടത്തി എല്ലാ വാർഡുകളിലും തോടുസഭ, ജലസഭ, ജലനടത്തം എന്നിവ സംഘടിപ്പിച്ചുകൊണ്ട് ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. പൊതുജല വിതരണ പദ്ധതിയുടെ ഭാഗമായും ജൽ ജീവൻ പദ്ധതിയുടെ ഭാഗമായും 5980 കുടുംബങ്ങൾക്ക് ശുദ്ധജല കണക്ഷൻ ലഭ്യമാക്കി. ദ്രവമാലിന്യ സംസ്കരണത്തിന് ശ്രദ്ധേയമായ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. പഞ്ചായത്തിലെ വീടുകളിലും സ്ഥാപനങ്ങളിലുമായി 3925 സോക്കേജ് പിറ്റുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിന്
മഴവെള്ളക്കൊയ്ത്ത്, കിണർ റീചാർജ് പദ്ധതികളും കുടിവെള്ളത്തിന്റെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിന് സമ്പൂർണ്ണ ക്ലോറിനേഷൻ വാർഡുകളിൽ ആശാവർക്കർമാർ മുഖേന വിജയകരമായി പൂർത്തീകരിച്ച് നടപ്പിൽ വരുത്തുന്നു. പഞ്ചായത്തിലെ തോടുകളും നീർച്ചാലുകളും കുളങ്ങളും മറ്റെല്ലാ ജലാശയങ്ങളും ജനകീയ പങ്കാളിത്തത്തോടെ ജലഗുണതാ പരിശോധന നടത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. വീടുകളിൽ കുടിവെള്ള സ്രോതസ്സായി 5689 കുടുംബങ്ങൾ സ്വന്തമായി കിണർ നിർമ്മിച്ചും 145 കുടുംബങ്ങൾ കുഴൽക്കിണർ നിർമ്മിച്ചും ഇതിനെല്ലാം പുറമെ 5980 കുടുംബങ്ങളിൽ ജൽ ജീവൻ മിഷൻ പദ്ധതി വഴിയും സംസ്ഥാന ജല അതോറിറ്റി വഴിയും പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുന്നു. ജലസമൃദ്ധി ലക്ഷ്യം വെച്ച് ജലസ്രോതസ്സുകളുടെ നവീകരണവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിലേക്ക് മുഖ്യമന്ത്രിയുടെ ഫണ്ട് ഉപയോഗിച്ച് 1000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള 2 കുളങ്ങൾ പുനരുദ്ധരിച്ച് പദ്ധതി നടപ്പിൽ വരുത്താൻ സാധിച്ചു. പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ശുദ്ധമായ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിലേക്ക് റൂർബൻ മിഷൻ പദ്ധതി പ്രകാരം 75 ലക്ഷം രൂപ ചെലവഴിച്ച് കുടിവെള്ള സംഭരണി നിർമ്മിച്ചുകൊണ്ട് എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നു. ചാലാത്തോടിന്റെ നവീകരണത്തിനും സംരക്ഷണത്തിനും 15 ലക്ഷം രൂപ ചെലവഴിച്ച് തോടിന്റെ ഇരുഭിത്തികളും കെട്ടി സംരക്ഷണ പ്രവൃത്തി നടത്തി. കൂടാതെ മൈനർ ഇറിഗേഷൻ പദ്ധതി പ്രകാരം 17 ലക്ഷം രൂപ ചെലവിട്ട് ഇതിന്റെ ബാക്കി ഭാഗം പ്രവർത്തനവും നടത്താൻ സാധിച്ചു. കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ ജലവിഭവ മേഖലയിൽ ചെലുത്തുന്ന സ്വാധീനം തിരിച്ചറിഞ്ഞ് ആസൂത്രണം നിർവഹണം നീർത്തടാടിസ്ഥാനത്തിൽ നടത്തി ജലലഭ്യതയും അതുവഴി ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുക ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ചെമ്പിലോട് പഞ്ചായത്ത്. ഇനി കതിരൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ ക്ലീൻ ആൻഡ് ഗ്രീൻ വില്ലേജ് പ്രവർത്തനങ്ങൾ കാണാം. നാം അലക്ഷ്യമായി അലസമായി വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങൾ, അന്യന്റെ വീട്ടുവളപ്പിലേക്കും വഴിയോരങ്ങളിലേക്കും വെളിമ്പ്രദേശങ്ങളിലേക്കും ബോധപൂർവമായും അല്ലാതെയും നാം കൈയൊഴിയുന്ന ഉച്ഛിഷ്ടങ്ങൾ, കുമിഞ്ഞുകൂടുന്ന ആ മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നും മുളപൊട്ടി ഉണരുന്ന മഹാരോഗങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും സഹസ്രദംഷ്ട്രകൾ, ആ കൂർത്ത വിഷപ്പല്ലുകളിൽ നിന്നും പ്രാണവായുവിലേക്കും ദാഹജലത്തിലേക്കും അന്നത്തിലേക്കും കിനിഞ്ഞിറങ്ങുന്ന കൊടും വിഷങ്ങൾ. ഏതൊരു വികസ്വര ഗ്രാമത്തെയും എന്ന പോലെ കതിരൂരിൻ്റെയും പ്രധാന പ്രതിസന്ധികളിലൊന്നായിരുന്നു വർദ്ധിച്ചുവരുന്ന മാലിന്യങ്ങൾ. ഒരു കാലത്ത് സമ്പന്നമായിരുന്ന കതിരൂരിലെ കാർഷിക വൃത്തികൾ ഏറെക്കുറെ നിലച്ചതോടെ ജൈവ മാലിന്യങ്ങൾ തിരികെ കൃഷിയിലേക്ക് വളമായി ഉപയോഗിക്കാനുള്ള സാധ്യതയും ഇല്ലാതായി. ഉപഭോഗ ജീവിതശൈലി നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് അതിവേഗം ഇരച്ചെത്തിയതോടെ ഉപയോഗിച്ചുപേക്ഷിക്കുക എന്ന വികൃത രീതി ഇവിടെയും കണ്ടുവന്നു തുടങ്ങി. കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പാരിസ്ഥിതിക പഠനങ്ങളിലെ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളുമാണ് ഇക്കാര്യത്തിൽ പഞ്ചായത്തിന് പ്രചോദനമായത്. വിദ്യാലയമുറ്റത്ത് സമർത്ഥമായെത്തുന്ന ചിത്രശലഭങ്ങളെ കേന്ദ്രീകരിച്ച് നടന്ന പഠനങ്ങളിൽ രാസമാലിന്യങ്ങൾ കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പൂമ്പാറ്റകൾ മുട്ടയിടാനെത്തുന്നതെന്നും അത്തരമിടങ്ങളിൽ ആവാസ വ്യവസ്ഥ ഏറെക്കുറെ പരിപാലിക്കപ്പെടുന്നു എന്നും വ്യക്തമായി. കുട്ടികൾക്കായി സംഘടിപ്പിച്ച നിരവധി ബോധവൽക്കരണ ക്യാമ്പുകളിൽ കൂടി അവരിൽ അവബോധം സൃഷ്ടിക്കാൻ മാത്രമല്ല, അവ പ്രാവർത്തികമാക്കാൻ സ്കൂൾ അധികൃതരുടെ കൂടെ പഞ്ചായത്ത് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. വ്യക്തി ശുചിത്വത്തിനൊപ്പം പരിസര ശുചിത്വവും തൻ്റെ കടമയും ഉത്തരവാദിത്വവുമാണെന്ന് ഓരോ വിദ്യാർത്ഥിയെയും ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞുവെന്ന് മാത്രമല്ല, പ്രായോഗിക തലത്തിൽ വിജയകരമായി അവ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നതുകൂടി ആ നേട്ടത്തെ തിളക്കമുള്ളതാക്കി. 70 വീടുകൾക്ക് ഒരയൽക്കൂട്ടം എന്ന രീതിയിൽ ഒരു 7-അംഗ സമിതിയാണ് വീടുകൾക്ക് വേണ്ടി രൂപീകൃതമായത്. എല്ലാ വീടുകളിലും ഓരോ കമ്പോസ്റ്റ് കുഴി നിർമ്മിച്ച് വീട്ടിലുണ്ടാവുന്ന ഖരമാലിന്യങ്ങളിലെ മണ്ണിനോട് ലയിക്കുന്ന ജൈവ മാലിന്യങ്ങളെ ഈ കുഴിയിൽ നിക്ഷേപിക്കാനുള്ള പ്രേരണ നൽകുക എന്നതായിരുന്നു ഒരു പരിഹാരമാർഗം. അതോടൊപ്പം ഇവ ചെടികൾക്കുള്ള വളമായോ മണ്ണിര കമ്പോസ്റ്റ്, ബയോഗ്യാസ് എന്നീ മാർഗങ്ങൾ ഉപയോഗിച്ച് സംസ്കരിക്കാനോ ഉള്ള മാർഗനിർദ്ദേശങ്ങളും നൽകി. മാലിന്യ സംസ്കരണ രംഗത്തെ ഏറ്റവും വലിയ തലവേദനയായ പ്ലാസ്റ്റിക്കിനെ അവ ഏത് വിഭാഗത്തിലുള്ളവയായാലും
വീട്ടുകാർ തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കി പ്രത്യേകം സൂക്ഷിച്ച് സുസ്ഥിര വോളണ്ടിയർമാർക്ക് കൈമാറുകയോ ഓരോ വാർഡിലും വിവിധ സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള ശുചിത്വ ബോക്സിൽ നിക്ഷേപിക്കുകയോ ചെയ്യണം. പഞ്ചായത്ത് ചുമതലപ്പെടുത്തിയിട്ടുള്ള വോളണ്ടിയർമാർ കൃത്യദിവസത്തെ ഇടവേളകളിൽ വീടുകളിൽ നിന്നും ഇത് ശേഖരിച്ചു. ശാസ്ത്രീയമായി പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. ചുരുങ്ങിയത് 7 പേരടങ്ങുന്ന സമിതിയാണ് മാർക്കറ്റുകളുടെ ശുചിത്വത്തിനായി രൂപീകരിച്ചിട്ടുള്ളത്. 7 അംഗ സമിതികൾ ഓരോ സ്കൂളിലും രൂപീകരിക്കപ്പെട്ടു. ചുരുങ്ങിയത് 7 പേരെങ്കിലും അടങ്ങുന്ന സമിതികൾ തന്നെയാണ് അംഗൻവാടികളുടെ ശുചിത്വത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്നത്. വാർഡ് തല സുസ്ഥിര ശുചിത്വ സമിതി. ഓരോ വാർഡിലെയും അതാത് വാർഡ് മെമ്പർ ചെയർമാനായുള്ള 13 അംഗ സമിതിയാണ് ഇത്. പഞ്ചായത്ത് തല സുസ്ഥിര ശുചിത്വ സമിതി. പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും സെക്രട്ടറി കൺവീനറുമായുള്ള 51 പേരുള്ള കമ്മിറ്റിയാണിത്. വ്യത്യസ്തവും നൂതനവുമായ സംരംഭങ്ങൾ ഭ്രാന്തനാശയങ്ങളായി മുദ്രചാർത്തപ്പെടുന്നത് പതിവ് കാഴ്ചകളാണ്. എന്നാൽ പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പരിശീലന പരിപാടി നിരവധി ജലസ്രോതസ്സുകളുള്ള കതിരൂരിലെ ജനങ്ങൾ ഒരു ഉത്സവം പോലെയാണ് ഏറ്റെടുത്തത്. അങ്ങനെ നാടിന്റെ വിവിധ ഭാഗങ്ങളിലായി ചെറുതും വലുതുമായ നീന്തൽ പരിശീലനങ്ങൾ ആരംഭിച്ചു. അതോടൊപ്പം നീന്തൽ പഠനത്തിന് ആവശ്യമായ ജലാശയങ്ങൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കാൻ ആരംഭിച്ചു. നീന്തൽ പഠന ദൗത്യം പൂർത്തിയാവുമ്പോഴേക്കും മാലിന്യങ്ങൾ അഴുകി നിറഞ്ഞ ജലസ്രോതസ്സുകളെല്ലാം ശുചിയാക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു.
അടുത്തതായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമുക്ക് സംസാരിക്കാം പരിപാടിയിലേക്ക് സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റാണ് നമുക്കൊപ്പം ഇന്ന്. സർ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്? സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയവും അതുപോലെ നമ്മുടെ നാട്ടിനകത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ മുക്തമാക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ഒരാളെ മാത്രമാണ് അതിദരിദ്രനായിട്ട് നമുക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് വീടും അതുപോലെ സ്ഥലവും വാങ്ങി നൽകുക എന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2023-24 വാർഷിക പദ്ധതിയിൽ നമ്മളതിന് ഫണ്ട് നീക്കി വെക്കുകയും ഇപ്പോൾ അവർക്ക് സ്ഥലം വാങ്ങുകയും അതിൻ്റെ വീടിൻ്റെ പ്രവർത്തനം ഇപ്പം പണി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ആരോഗ്യ മേഖലകളിൽ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കും. ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ആശുപത്രി 2 FHSC ആണ് നമുക്കുള്ളത്. 2 PHSCകളായിരുന്നു, ഇപ്പോൾ അത് 2 FHSCകളായി. നല്ല രീതിയിലുള്ള ഇടപെടലുകൾ, പ്രത്യേകിച്ച് കോവിഡിൻ്റെ ഒക്കെ കാലത്ത് രാത്രി, അതായത് 24 മണിക്കൂറും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവിധ സംവിധാനത്തോടും കൂടി പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം കോവിഡ് കാലത്ത് ഒരുപക്ഷെ ഒരു ദിവസം പോലും അടച്ചിടാത്ത ഒരു പഞ്ചായത്തായിട്ട് നമുക്ക് മാറ്റാനായത് നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തീരദേശ പഞ്ചായത്താണ്, 24 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന പഞ്ചായത്ത്. അവിടെ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആരോഗ്യം, അതിൻ്റെ ഭാഗമായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി നമുക്ക് 4ഓളം ബൈവീക്കിലി സെൻറ്ററുകൾ വേറെ തന്നെ ഉണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്താണ് റോഡും പാലവും നമ്മളെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അതുവരെ നമ്മൾ കടത്തുതോണിയെല്ലാം ആശ്രയിച്ചിട്ടാണ് ആരോഗ്യ പ്രവർത്തകർ ഈ ഓരോ സബ് സെൻറ്ററിലേക്കും മറ്റും ഒക്കെ പോവേണ്ടിയുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നല്ല മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. നമുക്ക് കായകൽപ്പ അവാർഡ് ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് നമ്മുടെ FHSCക്ക്. അത്തരത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഇത്രയും കാലം നമ്മുടെ OP എന്ന് പറയുന്നത് ഉച്ചവരെ സംവിധാനമാണ്. ഒരു മണിക്കുള്ളിൽ OP അവസാനിച്ച് പോകുന്ന സംഭവം ഉണ്ടായത്. ഇപ്പം നമ്മൾ പഞ്ചായത്ത് തന്നെ പ്രൊജക്റ്റ് വെച്ച് ഒരു ഡോക്ടറെ നിയമിച്ചു. അപ്പോൾ 3 ഡോക്ടർമാരായി. കഴിഞ്ഞ മാസം തൊട്ട് നമ്മൾ വൈകുന്നേരം വരെയുള്ള OP സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്തൊക്കെ പുതിയ പദ്ധതികളാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്? സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ അതിൻ്റെ ദുരന്തങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങുന്നത് സ്ത്രീകളാണ്, സഹോദരിമാരാണ്. അപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ അതിൻ്റെയൊക്കെ ഒരു അനുരണനങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ഉണ്ട്. ഒന്ന് പുതിയ തലമുറ ആ ഒരു തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെതിരെയുള്ള ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ജെൻഡറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് യോഗം ചേർന്നപ്പോൾ ഒരു പുതിയ ആശയം നമുക്ക് വന്നു. അത് ഒരുപക്ഷെ പോലീസ് സംവിധാനവും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കിതിനെ വേണ്ട രീതിയിൽ ഒന്ന് നിയന്ത്രിക്കാനോ മറ്റു രീതിയിലേക്ക് സാധിക്കുന്നില്ല. ഒരു പരിമിതികളുണ്ട്. പക്ഷേ ഒരു കൂട്ടം വനിതകൾ, സ്ത്രീകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ 13 വാർഡിലും തിരഞ്ഞെടുക്കപ്പെട്ടു. അതിന് മിന്നൽ സേന എന്നാണ് അതിൻ്റെ പേര്. അവർ രാവെന്നോ പകലെന്നോ ഇല്ലാത്ത രീതിയിലേക്ക് ഫുൾ ടൈം ഫീൽഡിൽ ഇറങ്ങുകയും ഈ പരസ്യ മദ്യപാനത്തിനും മദ്യ വിൽപ്പനയ്ക്കും അതുപോലെ മയക്കുമരുന്ന് കച്ചവടത്തിനുമെതിരെ അതിശക്തമായ രീതിയിലേക്കുള്ള ഒരു പോരാട്ടം കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംവിധാനം വന്നിട്ടുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിലുള്ള പിന്തുണ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രധാന വിഷയം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അതിനെതിരെ ഉള്ള ശക്തമായ പ്രവർത്തനം നടത്തി മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം എല്ലാ സ്കൂളിലും ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ദ്വീപാണ്, ദ്വീപ് പഞ്ചായത്താണ്. നമുക്ക് ആകെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണുള്ളത്. അവിടെയൊക്കെ നമ്മുടെ കുട്ടികൾക്ക്, പെൺകുട്ടികളുടെ അവർക്കുണ്ടാവുന്ന ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ചില വിഷയങ്ങളൊക്കെ എല്ലാ സ്കൂളിനകത്തുള്ളതുപോലെ അവിടെയും വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഈ മിന്നൽ സേനയും അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റി ഉണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള നല്ലൊരു ഇടപെടൽ നമുക്ക് നടത്തി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് നേരത്തെ നിങ്ങൾ ഈ കുട്ടികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ
അവരുടെ ഈ സാധാരണ നിന്ന് വ്യത്യസ്തമായി നമ്മളിപ്പോൾ പഴയ കാലത്തെ ഒരു വിദ്യാഭ്യാസ ഒരു സമീപനമല്ല ഇപ്പോൾ. അപ്പം വീട്ടിലേക്ക് വന്ന് അവർ തിരിച്ചു പോകുന്നത് വരെ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് ആദിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളുടെ തന്നെ പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് കുട്ടികൾ തിരിച്ചു പോകുമ്പോൾ അവർ കൃത്യമായിട്ട് വീട്ടിലേക്ക് ആ സ്കൂളിൻ്റെ പരിസരത്ത് നിന്നും പോയി എന്ന് ഉറപ്പുവരുത്താൻ ആവുന്ന മുതലുള്ള ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലുള്ള നല്ല ഒരു കണ്ണ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. ദുരന്ത നിവാരണത്തിനായി പഞ്ചായത്ത് എന്തൊക്കെ പദ്ധതികളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്? ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 24 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു തീരദേശ പഞ്ചായത്താണ് നമ്മുടേത്. പടിഞ്ഞാറ് ഭാഗം അറബിക്കടലും കിഴക്ക് ഭാഗം കൗവായി കായലും വലിയ പറമ്പ് ബാക്ക് വാട്ടറും ഒഴുകുന്ന ഒരു ദ്വീപാണ് നമ്മുടേത്. 3 ഉപദ്വീപുകളുണ്ട് നമുക്ക്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് തീരശോഷണം കൊണ്ട് ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടേത്. കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് 1 കിലോമീറ്ററിനടുത്ത് വേണം നമുക്ക് ബീച്ചിലേക്ക് എത്താൻ. ഇപ്പോൾ അത് വന്ന് നമ്മൾ ഇപ്പം ഈ 1 കിലോമീറ്ററും കുറഞ്ഞു കഴിഞ്ഞ് ഏകദേശം അത്രയും ദൂരം നമ്മൾ കര പോയി കഴിഞ്ഞു കടലിലേക്ക്. ഇപ്പോൾ 500 മീറ്ററാണ് നമ്മുടെ ടോട്ടൽ വീതി എന്ന് പറയുന്നത്. അത് കൂടിയാൽ 500 മീറ്ററും ഏറ്റവും കുറവ് 35 മീറ്ററാണ്. 35 മീറ്ററിൽ ഈ പറയുന്ന കടലും കായലിൻ്റെ അടിയിലാണ് ഈ 35 മീറ്റർ. അപ്പോൾ തീരശോഷണം സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന ഭരണസമിതികൾ സർക്കാരിൽ ഒരുപാട് വർഷമായിട്ട് ആവശ്യപ്പെടുന്നതാണ് കടൽ ഭിത്തി എന്നുള്ള രീതിയിലേക്ക്. ഇപ്പോൾ കടൽ ഭിത്തി ഇപ്പം നമ്മൾ കരിങ്കൽ ഭിത്തി കെട്ടിയത് കൊണ്ട് വലിയ കാര്യമില്ല. കാരണം ഇപ്പം വളരെ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അവിടെ അതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ടെട്രാ ബോർഡ് പോലെയുള്ള ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ കോടിക്കണക്കിന് ഉറുപ്പികയാണ് അതിനു വേണ്ടിയിട്ട് ചിലവാക്കേണ്ടത്. നമ്മളതിന് നമ്മളാലാവും വിധം എന്ത് ചെയ്യാനാവുമെന്ന് ഈ ഭരണസമിതി തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി 24 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന കടലോരത്ത് കാറ്റാടി തൈകൾ വെച്ച് പിടിപ്പിക്കണം നമ്മൾ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഒരു വാർഡിനകത്ത് കാറ്റാടി തൈയിൻ്റെ വിത്ത് പാവുകയും അത് മുളപ്പിച്ചെടുത്ത് മറ്റ് തീരദേശ വാർഡുകളായിട്ടുള്ള 9 വാർഡുകളിൽ നമ്മളത് നട്ടു. ഒരു വർഷം 25,000 കാറ്റാടി തൈയും കഴിഞ്ഞ വർഷം നമ്മൾ 50,000 കാറ്റാടി തൈകളും നട്ടു. കഴിഞ്ഞ വർഷം നമ്മൾ 50,000-ൻ്റെ ഉദ്ഘാടനം നടത്താൻ വന്നത് നമ്മുടെ തൊഴിലുറപ്പിൻ്റെ നമ്മുടെ നിസാമുദ്ദീൻ സാറാണ് അതിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. വളരെ വിപുലമായ പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ കടലോരത്ത് അതിനെ സംരക്ഷിക്കാൻ അതുകൊണ്ട് 2 കാര്യമാണ്. ഒന്ന്, ഉപ്പുകാറ്റിനെ പ്രതിരോധിക്കാൻ, ജനങ്ങളുടെ ഉപ്പുകാറ്റിൻ്റെ ഒരു അവസ്ഥ നമുക്കറിയാം, അതിനെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ നമ്മളാലാവും വിധം ഈ തീരശോഷണത്തെ തടയുക എന്നതിൻ്റെ ഭാഗമായിട്ടും കാർബൺ ന്യൂട്രൽ നെറ്റ് സീറോ കാർബണിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇടപെടൽ, അതുപോലെ ജൈവവൈവിധ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടൽ, ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കടൽ കയറി വരുമ്പോൾ അത് തൊട്ടടുത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് ജനവാസ മേഖലയിലേക്ക് കടൽ കയറി വരുന്നത് തടയാൻ അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ഒരു 4 മീറ്റർ ഹൈറ്റിലും ഒരു 3.5 മീറ്റർ വീതിയിലും നമ്മൾ കടലോരത്ത് മണൽത്തിട്ടകൾ ഉണ്ടാക്കി അതിന് കയർബ് വസ്ത്രം വിരിച്ച് അതിൽ അടമ്പാമ്പള്ളി എന്ന് പറയുന്ന വള്ളിപ്പടർപ്പ് അതിന് വെച്ച് പിടിപ്പിക്കുന്ന ഒരു പദ്ധതി കഴിഞ്ഞ വർഷം നമ്മൾ അതിന് തുടക്കമിട്ടിട്ടുണ്ട്. അത് 24 കിലോമീറ്ററും വരുമ്പോൾ 2-3 കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, ഈ കടലോരത്തു നിന്നും കടൽ വരുന്നത് തടയുക. അതോടൊപ്പം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 100 തൊഴിൽ ദിനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക്. അതിന് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പറയും തന്നെ നമുക്കറിയാം, കുടിവെള്ളം കൊണ്ട് നല്ല കുടിവെള്ളം ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ദിനംപ്രതി പല രോഗങ്ങളും കണ്ടെത്തി. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഒരു സർവേ നടത്തി ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ. അങ്ങനെ സർവേ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഈക്കോളീൻ്റെ അംശം വല്ലാത്ത രീതിയിലേക്ക് ഉണ്ട് എല്ലാ സ്ഥലത്തും. അപ്പോൾ അതിൻ്റെ ഇത് നടത്തിയപ്പോൾ കിട്ടിയത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. 3500-നടുത്ത് നമുക്ക് വീടുകളുണ്ട്. അതിൽ ഏകദേശം 2500-ഓളം വീടുകളിൽ ഒറ്റ ടാങ്കിൻ്റെ
കുഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വല്ലാത്ത രീതിയിലേക്ക് ഈ ബ്ലാക്ക് വാട്ടറിൻ്റെ എല്ലാം അംശം കണ്ടെത്തി. അപ്പോൾ അതുകൊണ്ട് അതിന് പകരം നമുക്ക് എന്ത് സംവിധാനമാക്കാം എന്നാലോചിച്ചപ്പോൾ അതിന് സെപ്റ്റിക് ടാങ്കാണ് അതിനുള്ള പ്രതിവിധി എന്ന് കണ്ടു. ഇത് ഒരു തരത്തിലൊരു ദുരന്തമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിന് ഭീമമായിട്ട് തുകയാണ് വേണ്ടത്. നമ്മളിപ്പോൾ സംസ്ഥാന സർക്കാരിലേക്ക് ഇതിൻ്റെ DPR എല്ലാം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു 10-13 കോടി രൂപ അതിന് മൊത്തത്തിൽ ചിലവാകും. അതങ്ങനെ ഒറ്റയടിക്ക് നമുക്കത് കിട്ടൂല. എങ്കിലും നമ്മുടെ പദ്ധതിയിൽ കഴിഞ്ഞ വർഷം ഒരു 15 ലക്ഷവും ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു 31 ലക്ഷവും വെച്ച് അതിൻ്റെ ആദ്യ ഘട്ടം പണി നമ്മൾ തുടങ്ങി. 260 കുടുംബങ്ങൾക്ക് നമ്മളത് ഇപ്പം കൊടുത്തു വരികയാണ്. ഈ വർഷവും നമ്മളത് കൊടുക്കുന്നുണ്ട്. പിന്നെ CSRI ഫണ്ടൊക്കെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് കൂടി അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മളൊരു വിശ്വാസം. തീരദേശ മേഖല ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസം മേഖലകളിൽ ശോഭിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ടൂറിസം മേഖലയിൽ? ടൂറിസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയിട്ടുള്ള പഞ്ചായത്താണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത്. പക്ഷേ ഗോവയെ കവച്ചു വെക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ പഞ്ചായത്തിന് ടൂറിസം മേഖലക്കകത്ത് സാധിക്കുമായിരുന്നു. പക്ഷെ ആ രീതിയിലേക്ക് എത്താൻ പറ്റാത്തത് ഒന്ന്, തീരദേശ പരിപാലന നിയമം, നമ്മുടെ ഈ CRZൻ്റെ ഭാഗമായിട്ടുള്ള നിയമത്തിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടേത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ നമ്മൾ ഇടം നേടിയാൽ പോലും നമുക്ക് വീടിന് പെർമിറ്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ വീടിന് 100 മീറ്റർ കടലിൽ നിന്നും 100 മീറ്റർ പുഴയിൽ നിന്നും കഴിഞ്ഞിട്ട് മാത്രമേ വീടിന് പെർമിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വീതി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആ വീതിക്കുള്ളിൽ നമുക്ക് പെർമിറ്റ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കുണ്ടാവുന്നു. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ അതിനെ നല്ല രീതിയിൽ ഇപ്പം ബാധിക്കുന്നുണ്ട് ഇത്. പക്ഷേ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം, കേരള സർക്കാർ നമ്മുടെ സ്ട്രീറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ 941 പഞ്ചായത്തിൽ 10 പഞ്ചായത്തിനെ സെലക്ട് ചെയ്തപ്പോൾ അതിലൊന്ന് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്താണ്. കാരണം നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ വരുമാനം ഇൻകം വർദ്ധിപ്പിക്കാൻ മറ്റ് കെട്ടിടങ്ങളോ ബിൽഡിങ്ങുകളോ അല്ല വേണ്ടത്. നമ്മുടെ നാടിൻ്റെ വിഭവങ്ങൾ എങ്ങനെ നമുക്ക് അവരുടെ വരുമാന മാർഗമാക്കി മാറ്റാമെന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ നല്ല പ്രതീക്ഷയിലാണ് നമ്മുടെ നാട്ടുകാർ. കാരണം നമ്മുടെ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ കാവ് നമ്മുടെ പഞ്ചായത്തിലെ ഇടയിലക്കാട് കാവാണ്. അതുപോലെ നമ്മുടെ ഞാൻ ഈ പറഞ്ഞ കായലിൻ്റെ മറ്റ് സാധ്യതകളായാലും ഹൗസ് ബോട്ടുകൾ കയറാനും കാണാനും പോയത് നമ്മൾ ആലപ്പുഴയിലേക്കാണ് കുറേ വർഷം മുമ്പ് വരെ. ഇപ്പം നമ്മളെ ആ കായലിലൂടെ 10-60 വലിയ ഹൗസ് ബോട്ടുകൾ ഇപ്പം നിലവിലുണ്ട്. പിന്നെ നമ്മുടെ ബീച്ച് എന്ന് പറയുന്നത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് മറ്റ് രീതിയിലേക്കുള്ള വലിയ ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ കൊണ്ടൊന്നുമല്ല. നമ്മുടെ ബീച്ച് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ അതായത് ഇലയിട്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ അവിടെ ഇരുന്ന് ചോറുണ്ണാമെന്ന് പറയുന്ന തരത്തിലേക്ക് അത്രയും നീറ്റായിട്ടുള്ള ഒരു ബീച്ചാണ് വലിയപറമ്പ് ബീച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ മറ്റൊന്നും ഇല്ലെങ്കിലും വെറും ബീച്ച് കാണാൻ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ദിനംപ്രതി അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, മാലിന്യ സംസ്കരണ മേഖലയിൽ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് പറയാം? മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബീച്ച് ഏറ്റവും നല്ല രീതിയിലേക്ക് പരിപാലിച്ചു പോകാൻ നമുക്ക് സാധിക്കുന്നു. അതോടൊപ്പം നമുക്കറിയാം നമ്മുടെ വീടുകളിൽ നിന്ന് പോകുന്ന അടുക്കള മാലിന്യം, ദ്രവമാലിന്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സാധാരണ അടുക്കളയിൽ നിന്ന് ഒരു പൈപ്പിട്ട് ഒന്നുകിൽ തെങ്ങിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ ചോട്ടിലോ ഇട്ട് പോകുന്ന സ്ഥിതിയാണ്. അത് സാംക്രമിക രോഗങ്ങൾ പടർത്താൻ അത് കാരണമാവുന്നുണ്ട് എന്ന് നമ്മൾ ഭരണസമിതി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെന്താണ് ഒരു പോംവഴി, അതായത് സാമ്പത്തികമായിട്ട് എല്ലാ വീടുകളും ഇങ്ങനെ ഒരു സോക്ക് ബിറ്റ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ സാമ്പത്തികം ഉണ്ടാവണമെന്നില്ല. കാരണം നമ്മുടെ നാട്ടിനകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളും അതുപോലെ കർഷക തൊഴിലാളികളും ഒക്കെയുള്ള ഒരു നാടാണ്. അപ്പോൾ നമ്മൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നമുക്കത് എങ്ങനെ നടപ്പിലാക്കാമെന്ന് തീരുമാനിക്കുകയും അവിടുത്തെ പൊതുപ്രവർത്തകരുടെ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ, അവിടുത്തെ മേറ്റുമാരുടെ, ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അവിടെ യോഗം വിളിച്ചു ചേർത്തു. അങ്ങനെ നമ്മൾ മുഴുവൻ വീടുകളിലും സോക്കേജ് ബിറ്റുകൾ നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചു. ഒരുപക്ഷെ അതൊരു വെല്ലുവിളിയായിരുന്നു. സാധാരണ രീതിയിൽ ഇതിൻ്റെ കാശ് ഈ ഗുണഭോക്താവിന് കിട്ടുക ചിലപ്പം കേന്ദ്ര സർക്കാരിൽ നിന്ന് വരേണ്ട ഫണ്ടാണ്, സമയമെടുക്കും. അപ്പോൾ ആദ്യം നമ്മളെ കാശ് കൊണ്ട് ഇത് നിർമ്മിക്കണം. അപ്പോൾ അവരെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു വലിയൊരു പ്രയത്നമായിരുന്നു. പക്ഷേ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് അതിന് മുമ്പോട്ട് നീങ്ങി അതിൻ്റെ ഓരോ സ്ഥലത്തും കല്ലിറക്കാനും
സിമൻ്റ് ഇറക്കാനും കമ്പി ഇറക്കാനും അങ്ങനെ ആ തരത്തിലേക്ക് വേണ്ടുന്ന എല്ലാം ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകൾക്കും സോക്കേജ് പിറ്റുകൾ, ഇതിൻ്റെ നിത്യമുക്തി എന്നാണ് നമ്മൾ ആ ക്യാമ്പയിൻ്റെ പേര് നൽകിയത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാഷ് അത് അവിടെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് സൂചിപ്പിക്കാനുള്ളത്. സർ, പഞ്ചായത്തിന്റെ മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കൂടുതൽ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ളത്? നമുക്കറിയാം, ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് കാലം തെറ്റി പെയ്യുന്ന മഴയും, അതേപോലെ നമുക്കറിയാം ഏറ്റവും നല്ല രീതിയിൽ മഴ ലഭിക്കേണ്ട സമയത്ത് അത്യുഷ്ണവും വരുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലവിൽ കാർബൺ ന്യൂട്രൽ നെറ്റ് സീറോ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സർക്കാർ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തി മുമ്പോട്ട് പോകുന്ന സമയത്ത് കൂടിയാണ്. നമ്മുടെ പഞ്ചായത്തിൽ മാടക്കാൽ എന്ന് പറയുന്നൊരു ദ്വീപുണ്ട്. അതിന് തൊട്ടടുത്താണ് നമ്മൾ കണ്ടലോരം എന്നുള്ളൊരു പുതിയ പദ്ധതിക്ക് നമ്മൾ നേതൃത്വം കൊടുത്തത്. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഈ മുദ്രാവാക്യം ഇല്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിനകത്ത് കണ്ടൽ കൊണ്ടുള്ള ഗുണഫലങ്ങൾ നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു ദ്വീപ് സമൂഹം എന്നുള്ള രീതിയിലേക്ക് അന്ന് നമ്മൾ നട്ടതും ഇന്ന് അതിൻ്റെ രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഈ ഭരണസമിതി വന്ന ശേഷം നമ്മൾ 12,000-നടുത്ത് കണ്ടലുകൾ ഇപ്പം പുതിയതായിട്ട് നട്ടിട്ടുണ്ട്. അതും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കി നഴ്സറിയിൽ ഉണ്ടാക്കിയത് നമ്മൾ കൊണ്ടുപോയി നട്ട് പരിപാലിക്കുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, കേരളത്തിൽ എവിടെയും കാണാത്ത രീതിയിൽ ഈ ഒരു കരയിൽ നിന്ന്, ഞാൻ ഈ പറയുന്ന മാടക്കാൽ ദ്വീപിൽ നിന്ന് നമ്മൾ ഈ പുഴയുടെ ഈ കായലിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ സ്ഥലം, ഞാൻ ഈ പറഞ്ഞ കണ്ടലോരം പദ്ധതി. അവിടെ വേലി ഇറക്ക സമയത്ത് നമുക്ക് കാലിൻ്റെ മുട്ടിന് താഴെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അവിടത്തേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ നടന്നു പോയി ആ സ്ഥലത്ത് കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട് ജൂൺ 5-ന് നമ്മളിതിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാം ഘട്ടത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള വിഷ്വൽസ് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ അന്ന് എടുത്തിരുന്നു. അപ്പോൾ അവിടത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ സ്ട്രീറ്റിൻ്റെ ഭാഗമായിട്ട്, സ്ട്രീറ്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഒട്ടനവധി ആളുകളാണ് ഈ കണ്ടലോരം കാണുന്നതിന് വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ മറ്റൊരു പ്രത്യേകത, ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ മറ്റ് രീതിയിലേക്കുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. ബോധപൂർവമാണ് ചെയ്യാതിരുന്നത്. കാരണം ഇപ്പോഴത് തനതായിട്ട് നിലനിൽക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഇരിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനമോ ആക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ മറ്റു പല പ്രവർത്തനത്തിനും അത് ഉപയോഗിക്കും. കാരണം അത് ഒരു കായലിൻ്റെ മധ്യഭാഗത്താണ്. അതുകൊണ്ട് ബോധപൂർവം തന്നെ നമ്മൾ അതിലെ അവിടെ പോയി കഴിഞ്ഞാൽ അധിക സമയം നമുക്കൊരു ഉപ്പുവെള്ളം ആണ് സ്വാഭാവികമായിട്ടും അവിടെ നിൽക്കുന്നതിന് ഒരു സമയം നമുക്ക് ഏതായാലും ഉണ്ടാവുമല്ലോ. അതിലധികം നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കണ്ട് അത് ആസ്വദിച്ച് നമുക്ക് വരാൻ വേണ്ടി പറ്റും. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, വേലി ഏറ്റ സമയത്ത് നമുക്ക് മുട്ടോളം വെള്ളം, കാലിൻ്റെ മധ്യഭാഗത്തോളം വെള്ളം ഉണ്ടാവും. പക്ഷേ വേലി ഇറക്ക സമയത്ത് നമുക്ക് വലിയ ഒരു മൈതാനം പോലെയാണ് അത് ഉണ്ടാവുക. അങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതിന്. അപ്പോൾ അതിമനോഹരമായ ഒരു സംഭവമാണ്. ഈ കണ്ടലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കണ്ടലോരം കൂടാതെ മറ്റ് ദ്വീപിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ കണ്ടലോരം എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് കണ്ടലുകൾ വെച്ച് പിടിപ്പിക്കാനുള്ള പ്രവർത്തനം കൂടി ഇപ്പം ഏറ്റെടുത്ത് മുമ്പോട്ട് പോവുകയാണ്. സർ, ഭാവിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മൾ ഈ ഭരണസമിതി വരുന്നതിന് തൊട്ട് മുമ്പേ ഉണ്ടായതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ പഞ്ചായത്തിൻ്റെ ഓഫീസ് കെട്ടിടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പരിമിതികൾ നമ്മുടെ പഞ്ചായത്തിനുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി അതിന് ശേഷം ഇപ്പം 2 നില കെട്ടിടം ഇപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റ് ILGMS സംവിധാനം വന്നതോടുകൂടി ISO സർട്ടിഫിക്കറ്റും എല്ലാം വന്നു. അപ്പോൾ മൊത്തത്തിൽ ഹൈടെക്കായി നമ്മുടെ പഞ്ചായത്തും നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തും ആ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ പഞ്ചായത്തിനകത്ത് നല്ല രീതിയിൽ വാതിൽപ്പടി സേവനം ഉൾപ്പെടെ നല്ല രീതിയിൽ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കുന്നു. നമ്മുടെ ഹരിതകർമ്മ സേന ഏറ്റവും മികവാർന്ന രീതിയിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. 100% യൂസർ ഫീ ലഭിക്കുന്ന കഴിഞ്ഞ ഒരു വർഷക്കാലമായി
100% യൂസർ ഫീ ലഭിക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടേത്. ഹരിതകർമ്മസേനയുടെ നല്ല പ്രവർത്തനം അതിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇതിനൊക്കെ നമ്മുടെ പഞ്ചായത്തിലെ നല്ലവരായ നാട്ടുകാരുടെ നല്ല സഹകരണമാണ് ഈ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ ആരോഗ്യ മേഖല എന്നുള്ള രീതിയിലേക്ക് അതിനെ സംരക്ഷിക്കാൻ നമ്മുടെ നാട്ടിലെ ഓരോ മനുഷ്യനും അവരുടെ ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് കാര്യമില്ല, ബാക്കി എന്ത് നമ്മൾ നടപ്പിലാക്കിയിട്ടും കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മുട്ട ഗ്രാമം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ പദ്ധതി ഈ കഴിഞ്ഞ 3 വർഷക്കാലവും നമ്മൾ ഗുണഭോക്താവിൽ നിന്ന് കാശ് വാങ്ങാതെ നമ്മൾ കൃത്യമായിട്ട് കോഴികൾ കൊടുക്കുന്നു. അതോടൊപ്പം കോഴിക്കൂടും നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് നൽകുന്നു. അത് തുടർന്ന് നമ്മൾ ഈ 2024-25 വാർഷിക പദ്ധതിയിൽ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ ഓണക്കാലത്ത് നമുക്കിപ്പം സാധാരണ രീതിയിൽ പഴയ കാലത്തൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് നിങ്ങൾക്കത് ഉണ്ടാവണമെന്നില്ല ചിലപ്പം, കാരണം നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചിരട്ടയിൽ നമ്മൾ തുമ്പപ്പൂവും ഹനുമാൻ കിരീടവും ഇതൊക്കെ ഇറുത്തുകൊണ്ട് പോയ ഒരു കാലം നമുക്കൊക്കെ ഉണ്ട്. ഇന്നത്തെ ഒരു കാലത്തെ കുട്ടികൾക്ക് കാക്കപ്പൂവ് എന്ന് ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ അവർ മുകളിലേക്ക് നോക്കി കാക്കനെ നോക്കുന്ന കാലമാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഓണക്കാലത്ത് പൂക്കൾ വാങ്ങാൻ അന്യസംസ്ഥാനക്കാരെ ആശ്രയിക്കുന്ന സമയത്ത് നമ്മളൊരു പുതിയ പദ്ധതി തുടക്കമിട്ടു. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ചെണ്ടുമല്ലി കൃഷിയും അതുപോലെ ജമന്തി കൃഷിയും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ തീരുമാനിച്ചു. നാടാകെ പൂക്കളം എന്നാണ് അതിൻ്റെ പദ്ധതിയുടെ പേര്. കഴിഞ്ഞ വർഷം തൊട്ട് തുടങ്ങിയതാണ്. അതിന് നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തീരശോഷണം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് കടൽ തീരത്തിനൊരു ഹരിത കവചം എന്നുള്ള രീതിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റാടി തൈകളും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മത്സ്യ മേഖലയാണ് നമ്മുടെ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പം കല്ലുമ്മക്കായ കർഷകർ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു നാട് കൂടിയാണ്. അപ്പം കല്ലുമ്മക്കായൻ്റെ ഒരു വലിയ അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ വിത്തുൽപാദന കേന്ദ്രം നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ വരാൻ പോവുകയാണ്. ഒരുപാട് കല്ലുമ്മക്കായ കർഷകർ നമ്മുടെ നാട്ടിലുണ്ട്. ആ തരത്തിൽ ഏറ്റവും വ്യത്യസ്തമായ പരിപാടികൾ, പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് ഏറ്റവും നമ്മൾ മുന്തിയ പരിഗണന കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് വയോജനങ്ങൾ എന്ന് പറയുന്നത്. പഴയ കാലം പോലെയല്ല ഇന്നത്തെ അവരുടെ അവസ്ഥ. അപ്പോൾ അവർക്ക് നമ്മൾ എത്ര ഫണ്ട് നമ്മൾ മറ്റു രീതിയിലേക്ക് കൊടുക്കുന്നു, ഇപ്പം പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഏറ്റവും വലിയ കാര്യമാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം അവർക്ക് മാനസികമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനും ചെയ്യേണ്ടത്. ഇന്നത്തെ ഒരു കാലത്ത് എല്ലാവരും വൃദ്ധസദനങ്ങളിലേക്ക് തള്ളുന്ന ഒരു കാലത്ത് പഞ്ചായത്ത് അവരെ നല്ല രീതിയിൽ ചേർത്ത് പിടിക്കുന്നു. അവർക്ക് ഹൗസ് ബോട്ടിൽ ഉൾപ്പെടെ അവരെ ഒരു യാത്രകൾ സംഘടിപ്പിക്കുന്നു. അവരുടേതായിട്ടുള്ള ഒരു ദിനം പഞ്ചായത്ത് എന്നുള്ള രീതിയിലേക്ക് സമ്മാനിക്കുന്നു. ഒരുപക്ഷെ അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് വയോജന സംഗമങ്ങളിലേക്ക് പങ്കെടുക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികൾക്ക് ഏറെ അഭിമാനവും അതോടൊപ്പം ഒരുപാട് മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കുന്നു. അവരുടെ എല്ലാം മറന്നുള്ള സന്തോഷിക്കുന്ന ഒരു ദിനമായി അവർ രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ ഇനി എന്നാണ് നമുക്കിങ്ങനെ ഒരു കൂടിച്ചേരലിന് സാധിക്കുമോ എന്ന തരത്തിലേക്ക് അവരുടെ മനസ്സിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ഭാവിയിലും അവരെ ചേർത്ത് പിടിക്കാൻ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെ ഇത്രയും കാലം ചേർത്ത് പിടിച്ചതുപോലെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്ന് തന്നെയാണ് ഈ ഭരണസമിതി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ 1978 നമ്മുടെ പഞ്ചായത്ത് രൂപീകരിച്ചത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ തവണ കാസർഗോഡ് ജില്ലാതലത്തിൽ നമുക്ക് സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചു. ഈ കഴിഞ്ഞ നമ്മൾ 2023-24 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ മികച്ച പഞ്ചായത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയൊരു പഞ്ചായത്ത് കൂടിയാണ്. ഇതിനൊക്കെ നമ്മളെ എത്തിച്ചത് ഒരുപക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇതുകൊണ്ടൊന്നുമല്ല. നമ്മുടെ നാടൊന്നാകെ നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും മതജാതി ചിന്തകൾക്കും അതീതമായി ഒറ്റക്കെട്ടായി നമ്മോടൊപ്പം നിന്നതുകൊണ്ടാണ് നമുക്ക് കേരളത്തിലെ മികച്ച പഞ്ചായത്താവാൻ സാധിച്ചിട്ടുള്ളത്. അത്
നമ്മളെ പോലെയുള്ള ഓരോ ജനപ്രതിനിധികൾക്കും നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, നമ്മൾ എത്ര കാലം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധികാരം പങ്കിട്ടു എന്നുള്ളതല്ല, നമ്മൾ എന്തു ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷത്തിലേക്ക് അടുക്കുമ്പോൾ ഇപ്പം 4ാം വാർഷികം വരാൻ പോവുകയാണ്. ആ സമയത്തും നമ്മളുടെ ഒരു കാലത്ത് എന്താണ് നമ്മുടെ ഒരു പഞ്ചായത്തിൽ നമ്മളെ ജനങ്ങൾ ഏൽപ്പിച്ച ആ ഒരു ഡ്യൂട്ടി നമ്മൾ നിർവഹിച്ചുവെന്ന് നമ്മൾ പടിയിറങ്ങി പോകുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ചില കയ്യൊപ്പുകൾ നമ്മുടെ ആ സമയത്ത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. മറ്റൊരു കാര്യം, നമ്മുടെ പഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും വരുമാനം കുറഞ്ഞ BPL പഞ്ചായത്താണ്. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ പറയാറ്. ആ തരത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഒരു റവന്യൂ വരുമാനം തീരെ ഇല്ലാത്ത ഒരു പഞ്ചായത്തിന് എങ്ങനെയാണ് വലിയോറമ്പ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റമായിട്ടുള്ള കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇങ്ങനെ ഒരു പഞ്ചായത്തിന് മികച്ച പഞ്ചായത്തിലുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചത് എന്ന് ചിലപ്പോൾ അതിശയോക്തിയോടെ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. നമുക്കൊറ്റ കാര്യം അതിൽ പറയാനുള്ളൂ. കാരണം നമ്മുടെ തനത് വരുമാനം ഇല്ല എന്ന തിരിച്ചറിവ് നന്നായിട്ട് നമുക്കുണ്ടെങ്കിൽ പോലും നമുക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന ഒരു പഠനമാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് നടത്തിയത്. അപ്പോൾ നമുക്ക് മനസ്സിലായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നത് എത്രമാത്രം സാധ്യതയാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് മുന്നിലും ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ അത് വായിച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിലേക്കൊന്ന് കയറി നോക്കാനുള്ള ഒരു സന്മനസ് എല്ലാവരും കാണിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിമർശനം. ഒരുപക്ഷെ നല്ല രീതിയിലുള്ള വരുമാനം ഉള്ളത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടോ എന്തുകൊണ്ടോ എന്നറിയില്ല. പക്ഷേ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ദാരിദ്ര്യ ലഘൂകരണത്തിൻ്റെ ഭാഗമായിട്ട് സാധാരണക്കാർക്ക് അവരുടെ അത്താണിയാവാനുള്ള ഒരു സംവിധാനമായിട്ട് വന്നതാണ്. ആ നല്ല ഒരു തിരിച്ചറിവ് നമുക്കുണ്ട്, മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഉണ്ട്. പക്ഷേ നമ്മളെ ഇതിലേക്ക് എത്തിച്ചത് നമ്മുടെ വരുമാനമില്ലായ്മയാണ്. അങ്ങനെയാകുമ്പോൾ ഒരു വർഷം തൊഴിലാളികൾ പണിയെടുത്ത് അതിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മൾ 2021 വരുന്നത് വരെ നമ്മുടെ പഞ്ചായത്തിൽ 2 കോടി എത്തണമെങ്കിൽ തന്നെ വല്ലാതെ ശ്വാസം മുട്ടണം. പക്ഷേ അഭിമാനത്തോടെ നമുക്ക് പറയാം, കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ആ 2 കോടിയിൽ നിന്നും 6 കോടിയിലേക്ക് ഓരോ വർഷവും നമുക്ക് 6 കോടിയുടെ വരുമാനം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ റവന്യൂ വരുമാനം എന്ന് പറയുന്നത് വെറും 11.5 ലക്ഷമാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളൊരു വർഷം നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രം നമുക്ക് എക്സ്പെൻഡിച്ചർ ആയത് 6 കോടിക്കടുത്തേക്കാണ്. ആ തരത്തിലേക്ക് പോകുമ്പോൾ വെറും 200 ആളുകൾക്ക് ഒരു വർഷം 100 തൊഴിൽ ദിനം കൊടുത്ത ഒരു പഞ്ചായത്ത് ഇന്ന് കഴിഞ്ഞ ഒരു വർഷം മാത്രം നമ്മൾ കൊടുത്തത് 1200-നടുത്ത് തൊഴിൽ ദിനങ്ങൾ, 100 തൊഴിൽ ദിനങ്ങൾ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്താണ്, അതിൻ്റെ പ്രാധാന്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കകത്ത് നമുക്ക് എങ്ങനെ അത് നടപ്പിലാക്കാം, സാധാരണക്കാർക്ക് അതെങ്ങനെ ഉപയോഗപ്പെടുത്താം, അവരുടെ ഇൻകം എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം എന്നത് ഏറെ പ്രസക്തമായ കാര്യമാണ്. അതോടൊപ്പം മലയോര മേഖലയിൽ നമുക്ക് ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട്. പക്ഷേ തീരദേശ മേഖല മറിച്ചാണ്. കാരണം മണൽ എന്ന് പറയുന്നത് പൂഴിയാണ്. എടുത്ത കാര്യങ്ങൾ ചെയ്തത് 6 മാസത്തിനുള്ളിൽ നമ്മുടെ പരിശോധനയ്ക്ക് വരുന്ന സോഷ്യൽ ഓഡിറ്റിൻ്റെ ആളുകൾ വന്ന് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു ഗതികോടുകൂടി നമുക്കുണ്ട്. അതുകൊണ്ട് നൂതനമായിട്ടുള്ള മറ്റേതെങ്കിലും രീതിയിൽ, കാരണം അത് ഡാറ്റയിൽ ഉണ്ടാവുകയും വേണം, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഡാറ്റയിൽ ഉള്ളത് ഏതൊക്കെയാണ് എന്ന് കൃത്യമായി പഠിച്ച് നമ്മുടെ തൊഴിലുറപ്പ് വിങ്, നമ്മുടെ ഓരോ പഞ്ചായത്തിനും തൊഴിലുറപ്പ് വിങ് ഉണ്ടാവും, അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ, അതുപോലെ നമ്മളെ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് ജോയിൻറ്റ് BDO സന്തോഷ് കുമാർ എന്ന് പറയുന്ന നല്ലൊരു ഉദ്യോഗസ്ഥൻ നമുക്ക് എല്ലാ രീതിയിലും സപ്പോർട്ടിനുണ്ടായിരുന്നു. നമ്മുടെ പഞ്ചായത്തിൻ്റെ AE ഓവർസിയർ ഉൾപ്പെടെയുള്ള വിങ്, നമ്മളെ മേറ്റുമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരും ഒറ്റക്കെട്ടായതുകൊണ്ടാണ് നമുക്ക് ഈ നേട്ടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തൊഴിലുറപ്പ് മേഖല തന്നെയാണ് വലിയോറമ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു ആശയവും ആവേശവും എന്ന് പറയുന്നത് എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇത്രയും നേരം നമുക്കിപ്പം വലിയപറമ്പ് പഞ്ചായത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ച സജയൻ സാറിന് നന്ദി. നന്ദി, നമസ്കാരം.
തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.